വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ നിന്നുകൂടി നരേന്ദ്രമോദി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണ് മത്സരിക്കാൻ സാധ്യതയേറുന്നത്. അങ്ങനെയുള്ള ചർച്ചകൾ BJP നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നേരത്തെ തന്നെ ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള ശ്രമങ്ങൾ BJP നടത്തി വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടൊക്കെയായിരുന്നു തമിഴ്നാട്ടിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും രാമേശ്വരം സന്ദർശനവും ഒക്കെ. എന്തായാലും ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തോടുകൂടി മത്സരത്തിന് ഇവിടെ ദക്ഷിണേന്ത്യ കൂടി തെരഞ്ഞെടുക്കുന്നതോടുകൂടി നഷ്ടപ്പെട്ട ജനപിന്തുണ, ദക്ഷിണേന്ത്യയിലെ ജനപിന്തുണ തിരിച്ചുപിടിക്കാം എന്നൊക്കെയാണ് BJP കരുതുന്നത്. അത് എത്ര കണ്ട് ഫലവത്താകുമെന്ന് നമുക്ക് നോക്കാം. ദാവൂദ് എന്ത് തോന്നുന്നു? രാമനാഥപുരത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ദക്ഷിണേന്ത്യയിൽ വലിയൊരു നേട്ടമുണ്ടാക്കാൻ BJPക്ക് കഴിയുമോ? ദക്ഷിണേന്ത്യയിൽ നേട്ടം ഉണ്ടാക്കുക എന്നത് മാത്രമായിരിക്കില്ല അതിൻ്റെ ലക്ഷ്യം. ഇപ്പം ഈ ഒരു ഇലക്ഷനിൽ ഒരാൾ മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി മാത്രമല്ല, അത് വേറെ നിലക്കുള്ള പലതരം മെസ്സേജുകൾ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ബെല്ലാരിയിൽ 99-ലല്ലേ ബെല്ലാരിയിൽ സോണിയാഗാന്ധി മത്സരിക്കുന്നു. ബെല്ലാരിയിൽ അമേഠിയിലും മത്സരിക്കുന്നുണ്ട്, ബെല്ലാരിയിൽ മത്സരിക്കുന്നു, കർണാടകയിലെ ബെല്ലാരിയിൽ. അപ്പോൾ സോണിയാഗാന്ധി അവിടെ ജയിക്കുന്നത് 101% എല്ലാവർക്കും ഉറപ്പാണല്ലോ. പക്ഷെ അവിടെ സോണിയാഗാന്ധിക്കെതിരെ BJP നിർത്തിയത് ആരെയാണെന്ന് ഓർമ്മയുണ്ടോ? സുഷമ സ്വരാജിനെ, അവരുടെ ഏറ്റവും സീനിയറായ നേതാവിനെ സോണിയാഗാന്ധിക്കെതിരെ ബെല്ലാരിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. സുഷമ സ്വരാജ് തോക്കുമെന്ന് BJPക്ക് ഉറപ്പാണ്, സുഷമ സ്വരാജിന് ഉറപ്പാണ്. എന്നിട്ടും ഇത്രയും സീനിയറായ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ അവർ ഹരിയാനക്കാരെയാണ്. ആ ഹരിയാനയിൽ എവിടെ നിർത്തിയാലും എവിടെ നിന്നാലും വിജയിക്കാവുന്ന ആ ഒരു സ്ട്രെങ്ത് അന്ന് BJPക്ക് ഹരിയാനയിലുണ്ട്. അപ്പോൾ അവിടെ വന്ന് ബെല്ലാരിയിൽ വന്ന് സോണിയാഗാന്ധിക്ക് നേർക്കുനേരെ മത്സരിക്കുമ്പോൾ അത് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഹെഡ് ഓൺ ഫൈറ്റ് ആണ് ഞങ്ങളുള്ളത്. അന്ന് BJPക്ക് കോൺഗ്രസ് മേലെ നിൽക്കുന്നൊരു സമയമാണെന്ന് മനസ്സിലാക്കണം. അത് അങ്ങനെ സന്ദേശം കൊടുക്കാൻ സാധിക്കുന്നു. മൊത്തം BJP കർണാടകയിൽ മൊത്തം ആ ഒരു ഉണർവുണ്ടാക്കാൻ പറ്റുന്നു. എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൊണ്ട് സോണിയാഗാന്ധി അവിടെ കുരുക്കിയിടാനും പറ്റും. സോണിയാഗാന്ധി മറ്റു റാലികളിൽ അധികം പോകാൻ പറ്റാത്ത വിധം ബെല്ലാരിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളുണ്ട്. അപ്പം മോഡി രാമനാഥപുരത്ത് വരുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നേരത്തെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം 2023 ജൂണിലോ മറ്റാണ് ഈ ഹൈദരാബാദിൽ BJPയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. BJP സ്റ്റേറ്റ് പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും മീറ്റിംഗ് നടക്കുന്നുണ്ട്. അന്നേ ഇതിനെക്കുറിച്ചുള്ള സംസാരം കേൾക്കുന്നുണ്ട്. പിന്നെ അണ്ണാമലൈ ഉണ്ടല്ലോ, നമ്മുടെ തമിഴ്നാട്ടിലെ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഒരു പദയാത്ര നടത്തിയിരുന്നു. ആ പദയാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്, രാമേശ്വരം എന്ന് പറഞ്ഞാൽ രാമനാഥപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അത് നേരത്തെ അവരുടെ ആലോചനയിലുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഇദ്ദേഹം പറ്റുന്ന രാഷ്ട്രീയം എന്താ പറയുക, ഒരു സ്പിരിച്വൽ പൊളിറ്റിക്സ് ആണല്ലോ. ഇപ്പോൾ അയോധ്യയിൽ ഈ പ്രതിഷ്ഠ നടത്തുന്നു, ശേഷം ദ്വാരകയിൽ പോകുന്നു, കടലിൽ മുങ്ങുന്നു, മയിൽപ്പീലി കൊണ്ടുപോയി വെക്കുന്നു. അങ്ങനെയുള്ള ഒരു മെസ്സേജിങ്, ഒരു കമ്മ്യൂണിക്കേഷൻ. രാമേശ്വരത്തും പോയിരുന്നു. ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠയുടെ തൊട്ട് മുമ്പ് രാമേശ്വരത്ത് പോകുന്നുണ്ട്. അവിടെ എന്തോ ഒരു സ്നാനമൊക്കെ ചെയ്യുന്നുണ്ട്. ആ തലയിലൂടെ വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇതിനിടയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഈ ചതുർധാമ സങ്കല്പം ഉണ്ടല്ലോ. ചതുർധാമ എന്ന് പറയുന്ന 4 തീർത്ഥാടന കേന്ദ്രങ്ങൾ, ബദ്രിനാഥ്, ഈ പിന്നെ ദ്വാരക, ദെൻ പുരി, ഒറീസയിലെ പുരി, അതിൽപ്പെട്ട സ്ഥലമാണ് രാമേശ്വരം. ഈ ചതുർധാമ എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമുണ്ട്. എനിക്കതൊന്നും അറിയില്ല. ചാർധാം അതന്നെ, അതിൽപ്പെട്ടതാണ് രാമേശ്വരം. അപ്പോൾ അതിൽ ഇപ്പം ഇവിടെ ധാരകയിൽ പോയി മുങ്ങി മയിൽപ്പീലി കൊണ്ടുവച്ചു. അടുത്തത് രാമേശ്വരത്ത് വന്ന് നോമിനേഷൻ കൊടുക്കാന്ന് പറയുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, ഒരു ആ സങ്കല്പം വർക്ക് ചെയ്യും. ഇവിടെ വർക്ക് ചെയ്തില്ലെങ്കിലും അവിടെ വർക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളുണ്ട്. അപ്പോൾ അതൊരു നല്ല പൊളിറ്റിക്കലി അവരുടെ ഇതിൽ നോക്കുമ്പോൾ നല്ല മൂവായിരിക്കും അങ്ങനെ നോക്കും. പക്ഷേ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം തമിഴ്നാട്ടിൽ നിന്ന് കന്യാകുമാരിയും കോയമ്പത്തൂരാണ് തമിഴ്നാട്ടിൽ BJP അങ്ങനെ വിജയിക്കാൻ സാധ്യതയുള്ള 2 ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന മണ്ഡലത്തിൽ
BJP എന്തെങ്കിലും നിലക്ക് തമിഴ്നാട്ടിൽ നേട്ടം കൊയ്തുള്ള AIDMK ആയിട്ട് സഖ്യമുള്ളപ്പോഴാണ്. ഇപ്പോൾ സഖ്യവും ഇല്ല. ഈ മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസ്, തമിഴ് മാനില കോൺഗ്രസ്, AIDMK, DMK, മുസ്ലിം ലീഗ് ഈ പാർട്ടികളാണ് ഈ മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ AIDMK ഒരു തവണ മറ്റോ ജയിച്ചിട്ടുള്ളൂ. കൂടുതൽ തവണയും DMKയും അല്ലെ DMKയുടെ സഖ്യകക്ഷികളാണ് ജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇത്തവണ മുസ്ലിം ലീഗിനാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ സിറ്റിംഗ് MP എന്താണ് നവാസ് കനി അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ GE അവിടെ വന്നിട്ട് മത്സരിച്ചിട്ട് തോൽക്കുകയാണെങ്കിൽ അതൊരു നാണക്കേടല്ലേ? ജി തോൽക്കുക എന്ന് പറയുന്നത് പക്ഷെ തോൽക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കില്ല വരുന്നത്. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്ന മണ്ഡലമല്ല അത്. പിന്നെ ജി വരുമ്പോൾ മൊത്തത്തിൽ തമിഴന്മാർക്ക് ഒരു ഉശിര് കൂടും, ഒന്ന് മുട്ടാം. ജി വരുമ്പോൾ കറുത്ത ബലൂൺ പറത്തുന്ന ആളുകളാണ് തമിഴന്മാർ. എന്താണ് ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് കറുത്ത ബലൂണ്, ആയിരക്കണക്കിന് കറുത്ത ബലൂണ് ആ ആകാശത്തുണ്ടാവും. അപ്പോൾ അതിന് ജി സന്നദ്ധമാകുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ എനിവേ സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കുക എന്നൊരു തീരുമാനം BJPക്ക് ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായി നല്ല തീരുമാനം, അവരുടെ ഇതിൽ നോക്കും നല്ല തീരുമാനമാണ്. കാരണം സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തകർക്കിടയിൽ ഒരു ആവേശം ഉണ്ടാക്കാനും ഇതിനൊക്കെ പറ്റും. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ രൂപപ്പെടുന്ന പുതിയൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, സൗത്ത് വേഴ്സസ് നോർത്ത് എന്ന് പറയുന്ന. എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം നോർത്ത് ഇന്ത്യ കമ്പനി നമ്മളെ ഭരിക്കുന്നു, അത് തടയണം എന്നൊരു ഫീൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഈ പറയുന്ന അവരുടെ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ശക്തമാക്കാനും ഒക്കെ അത് ഉപകരിക്കും. യെസ്, അജിംസ്, എന്തായാലും വയനാട്ടിലെ രാഹുൽ ഗാന്ധി മത്സരിക്കാനും തീരുമാനിച്ച് ഇനിയിപ്പോൾ രാമനാഥപുരത്ത് മോദി എത്തിയാൽ ഒരു പോരാട്ടം വേറൊരു ലെവലായിരിക്കും അല്ലേ ദക്ഷിണേന്ത്യയിൽ? ഞാനൊരു വിദൂര സാധ്യത പോലും കാണുന്നില്ല. അതെന്താ? മോദി രാമനാഥപുരം മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നു ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. അതിന് പല കാരണമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത് ജയിക്കാനുള്ള ഷുവർ സീറ്റാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി സൗത്ത് ഇന്ത്യയിൽ വന്ന് മത്സരിച്ചു, സോണിയാഗാന്ധി വന്ന് മത്സരിച്ചു. ഇവരൊക്കെ ജയിക്കാനാണ്, അവർ ജയിക്കുന്ന ഉറപ്പുള്ളപ്പോഴാണ് മത്സരിച്ചത്. ഒരു പക്ഷേ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ജയിക്കുന്നതിനേക്കാൾ വിദൂര സാധ്യതയാണ് ഈ പറയുന്ന രാമനാഥപുരത്ത് ജയിക്കുക എന്നുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ കണക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ BJP അത്ര ഒരു സ്ട്രോങ് പാർട്ടിയേ അല്ല തമിഴ്നാട്ടിൽ. അവർക്ക് വളരെ സ്പിരിച്വലായിട്ടുള്ള ജനങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. വളരെ വിശ്വാസികളായ ദൈവവിശ്വാസികളായ ആയിട്ട് പോലും, എന്നിട്ട് 90% ഹിന്ദു ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമായിട്ട് പോലും BJPക്ക് ഒട്ടും വേരോട്ടം കിട്ടാതെ, കേരളത്തിലെ പോലെ വേരോട്ടം കിട്ടിയ ഒരു സ്ഥലമല്ല തമിഴ്നാട്. ആ തമിഴ്നാട്ടിൽ തന്നെ ഇപ്പോൾ ദിവസം പറഞ്ഞല്ലോ, കന്യാകുമാരി ആൻഡ് കോയമ്പത്തൂർ ഇത് രണ്ടുമാണ് BJP ഉള്ളത് എന്ന് പറഞ്ഞല്ലോ. BJP ജയസാധ്യതയല്ല, അത് ജയിക്കുന്ന AIDMKയുടെ തോളിൽ കയറിയിട്ടാണ് ഒന്ന്. രണ്ട്, ഈ രാമനാഥപുരം കന്യാകുമാരി എടുക്കുകയാണെങ്കിൽ, കന്യാകുമാരിയാണ് പൊൻ രാധാകൃഷ്ണൻ ഒരിക്കൽ ജയിച്ചത്, അത് AIDMKയുടെ കൂടെ നിന്നിട്ടാണ്. അവിടെ ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ കന്യാകുമാരിയിൽ തന്നെ നാഗർകോവിൽ അസംബ്ലി മണ്ഡലത്തിൽ മാത്രമാണ് BJPക്ക് ഒരു MLA ഉള്ളത്. ഇപ്പോൾ അവിടുത്തെ ഒരു MLA ഗാന്ധി എന്ന് പേരുള്ള ഒരു പഴയ RSS നേതാവാണ്. അപ്പോൾ ആ ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കന്യാകുമാരി മുമ്പേ ഉത്തരേന്ത്യയിലെ RSSൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. ഈ വിവേകാനന്ദ പാറ കേന്ദ്രീകരിച്ച്, വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദൻ്റെ സ്റ്റാച്ചു വരുന്നതിന് മുമ്പ് അവിടെ ഒരു കുരിശ് നാട്ടിയിരുന്നു അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ ആ കുരിശ് പിഴുതു മാറ്റുക എന്നുള്ളത് വലിയൊരു ദൗത്യമായിരുന്നു ഒരു കാലത്ത്. അത് കേരളത്തിൽ നിന്നുള്ള RSS പോയിട്ടുണ്ട്, അതിന് വേണ്ടി കോഴിക്കോട് നിന്നൊക്കെ RSS പോയിട്ടുണ്ട്. നമ്മൾ മരിച്ചുപോയ പി പരമേശ്വരൻ, അദ്ദേഹമാണ് വിവേകാനന്ദ പാറയുടെ ഡയറക്ടറോ എന്തോ ആയിരുന്നത്. അപ്പോൾ ഇവിടുന്ന് നീന്തിപ്പോയി അവിടെ ആ കുരിശ് പിഴുത് കളയുക എന്നുള്ളത് RSSൻ്റെ വലിയൊരു യുദ്ധ ദൗത്യമായിരുന്നു. അങ്ങനെ പിഴുത് കളഞ്ഞ് പിന്നെ അവിടെ ഒരു നാഷണൽ വൈഡ് ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടാണ് വിവേകാനന്ദ സ്റ്റാച്ചു ഉണ്ടാക്കിയത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ആ പരിസരത്ത് BJPക്ക് കുറച്ച് വേരോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വേരോട്ടം കന്യാകുമാരി എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിലല്ല, നാഗർകോവിലാണ് അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത്. അതും AIDMKയുടെ കൂടെ നിന്നിട്ടാണ് എന്നോർക്കുക. രണ്ടാമതുള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ സൗത്ത് അസംബ്ലി മണ്ഡലത്തിൽ നിന്നാണ് അവർ BJPക്ക് ഒരു സ്ഥാനാർത്ഥിയുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഡോക്ടറാണ് അവർ. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വലിയ ഫൈറ്റ് നടന്നല്ലോ. വലിയ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മക്കൾ നീതി മയ്യത്തിൻ്റെ കമലഹാസനാണ് അവിടെ ഒരു സ്ഥാനാർത്ഥി, MNMൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. മറ്റൊരു സ്ഥാനാർത്ഥി CPMൻ്റെ ആളാണ് അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് ലോക്സഭയിലേക്ക്. അവിടെ BJP തോറ്റുകയാണ് ചെയ്തത്. BJPക്ക് ആ കോയമ്പത്തൂർ കോൺസ്റ്റിറ്റ്യുവൻസി പോലും ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അതും AIDMKയുടെ കൂടെ നിന്നിട്ട്. ഇപ്പോൾ AIDMK സഖ്യശക്തിയല്ല. അപ്പോൾ ഈ രാമനാഥപുരത്ത് മോദി വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിനോട് BJPയുടെ ഒരു മുതിർന്ന നേതാവ് പറയുന്നുണ്ട്, രാമനാഥപുരത്ത് ഞങ്ങൾക്ക് ബൂത്തിലിരിക്കാൻ ആളില്ല. അതാണ് യാഥാർത്ഥ്യം. കാരണം AIDMK കൂടെ ഇല്ല. AIDMK ഉണ്ടെങ്കിലാണ് ബൂത്തിലിരിക്കാൻ ആളുള്ളൂ. ഞങ്ങൾക്ക് 80% സ്ഥലത്തെങ്കിലും ബൂത്തിലിരിക്കാൻ ആളുള്ളത് കോയമ്പത്തൂർ മാത്രമാണ് എന്നാണ് പറയുന്നത്. 80% മുഴുവൻ ബൂത്തിലും ഇരിക്കാൻ ആളില്ല, 80% ഇരിക്കാൻ കോയമ്പത്തൂർ നിന്ന് കഴിഞ്ഞാൽ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് മോദിജി വന്നിട്ട് തോൽക്കാൻ തയ്യാറാവും? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ രണ്ട് അല്ല, അവിടെ വേണമെന്നില്ല, മറ്റേതെങ്കിലും ദക്ഷിണേന്ത്യ സംസ്ഥാനമാവല്ലോ. കർണാടകയിൽ വേണമെങ്കിൽ കർണാടകയിൽ ഓക്കെ, കർണാടകയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരുടെ ലക്ഷ്യം തമിഴ്നാടാണ്. അത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അണ്ണാമലൈ തന്നെ പിന്നീട് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഈ ഹൈദരാബാദ് യോഗത്തിന് ശേഷം അദ്ദേഹം മാറ്റി പറഞ്ഞു, ഞങ്ങളുടെ ആഗ്രഹം പറഞ്ഞതാണ്, അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആഗ്രഹം പറഞ്ഞതാണ്. അപ്പോൾ പക്ഷേ തമിഴ്നാട് ഈ BJPയുടെയും RSSൻ്റെയും ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റാണ്. കേരളം പോലെ തന്നെ തമിഴ്നാട് ഒരു ടാർഗറ്റാണ്. അവർ പരമാവധി ശ്രമിക്കും. അങ്ങനെ ഇപ്പോൾ മോദി നിന്നിട്ടോ അല്ലെങ്കിൽ വേറെ ആൾ വന്ന് നിന്നിട്ടൊക്കെ അവർ പരമാവധി ശ്രമിക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ മോദി അങ്ങനെ നിന്ന് തോക്കാൻ വേണ്ടി അവിടെ വരിക എന്നുള്ളത് വളരെ വിദൂര സാധ്യത മാത്രമേ ഞാൻ കാണുന്നു. എന്തായാലും ദക്ഷിണേന്ത്യയിൽ നേട്ടം കൊയ്യുക എന്നത് BJPയുടെ ലക്ഷ്യം തന്നെയാണ്. അത് ഏത് രീതിയിലായിരിക്കുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും ഇന്ന് ഒരുപക്ഷെ 100 സ്ഥാനാർത്ഥികളെങ്കിലും BJP പ്രഖ്യാപിക്കാൻ ഇടയുണ്ട് എന്നാണ്. അത് അധികം വൈകാതെ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്.